ഹാൻഡിക്യാപ്പായിട്ടുള്ള നായിക വെഡ്ഡിംഗ് ഗൗൺ എടുക്കാനായിട്ട് ഷോപ്പിൽ വന്നേക്കുകയാണ്. കടയിലെ എംപ്ലോയി അവളുടെ ഈ ഡിസേബിലിറ്റി കാരണം ആരും കല്യാണം കഴിക്കാൻ വരില്ല എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുകയാണ്. അവളുടെ വിരലിലെ എൻഗേജ്മെൻറ്റ് റിംഗ് കണ്ട് എംപ്ലോയി ഞെട്ടുകയാണ്. എംപ്ലോയി അവൾക്ക് ഒരു വെഡ്ഡിംഗ് ഗൗൺ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ നായികയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഉടനെ എംപ്ലോയി മറ്റൊരെണ്ണം കാണിക്കുകയാണ്. അത് ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് ഇട്ട് നോക്കാൻ പോകുകയാണ് നമ്മളുടെ നായിക. ഉടനെ മറ്റൊരു ലേഡി വന്ന് ആ ഡ്രസ്സ് അവൾക്ക് വേണമെന്ന് എംപ്ലോയിയോട് ആവശ്യപ്പെടുകയാണ്. അവളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് എംപ്ലോയി നായികയ്ക്ക് കൊടുത്ത ഗൗൺ തരാം എന്ന് സമ്മതിക്കുകയാണ്. നായികയുടെ സൈസിന് സ്യൂട്ടബിൾ അല്ല ഈ ഗൗൺ എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് നിന്ന് അത് എടുത്തുകൊണ്ട് പോകുകയാണ് എംപ്ലോയി. അതിനു പകരം മറ്റൊരു ഗൗൺ നായികയ്ക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ക്യാൻഡി എന്ന് പേരുള്ള മറ്റൊരു എംപ്ലോയിയോട് പറയുകയാണ്. അങ്ങനെ സോഷ്യൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സ്ത്രീക്ക് ആ ഗൗൺ കിട്ടുകയാണ്. അവൾ അത് ഇട്ടുകൊണ്ട് നായികയുടെ മുന്നിൽ നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. നായികയ്ക്ക് ക്യാൻഡി ചൂസ് ചെയ്ത് കൊടുത്ത ഗൗൺ ഇഷ്ടമായില്ല. താൻ ആദ്യം സെലക്ട് ചെയ്ത ഗൗൺ തനിക്ക് വേണമെന്ന് നായിക പറയുകയാണ്. ഉടനെ ദുഷ്ടയായ എംപ്ലോയി നായിക ഇട്ടിരുന്ന വെഡ്ഡിംഗ് ഗൗൺ കീറിക്കളയുകയാണ്. എന്നിട്ട് നായികയുടെ കയ്യിൽ നിന്ന് ഗൗണിൻ്റെ ക്യാഷ് വാങ്ങി അവൾക്ക് കീറിയ ഗൗൺ കൊടുത്ത് വിടുകയാണ്. അപ്പോഴാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ സ്ത്രീ അവളുടെ ഗൗണിൽ ജ്യൂസ് വീണ കറയുമായി വരുന്നത്. അവർ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഒന്നും വാങ്ങാതെ അവർക്ക് മറ്റൊരു ഗൗൺ ഓഫർ ചെയ്യുകയാണ് ദുഷ്ടയായ എംപ്ലോയി. ഇതൊക്കെ കണ്ട് നായിക തൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയാണ് ദുഷ്ടയായ എംപ്ലോയി. കുറച്ചു കഴിഞ്ഞ് കടയുടെ മാനേജർ വന്ന് ദുഷ്ടയായ എംപ്ലോയിയോട് നീ ചെയ്തത് വീഡിയോ അടക്കം ന്യൂസിൽ ലൈവായി കാണിക്കുകയാണെന്ന് പറയുകയാണ്. അങ്ങനെ അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. ക്യാൻഡിയാണ് നായികയെ ഹെൽപ്പ് ചെയ്തത് എന്നറിഞ്ഞ് മാനേജർ അവൾക്ക് പ്രമോഷനും നൽകുകയാണ്.